എരുമേലി വിമാനത്താവളം പദ്ധതിയുടെ ഭാഗമായുള്ള സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിലെ സർവേ നടപടികൾ പൂർത്തിയായി. ചെറുവള്ളി എസ്റ്റേറ്റ് ഒഴികെയുള്ള മറ്റിടങ്ങളിലെ സർവേയാണ് പൂർത്തിയായത്. ആഗോള അയ്യപ്പ സംഗമം കൂടി കഴിയുന്നതോടെ വിമാനത്താവള പദ്ധതിക്ക് കൂടുതൽ സാധ്യത തെളിയും. പളനി, തിരുപ്പതി, ഗുരുവായൂർ എന്നീ ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം ആ നാടിന്റെ വികസനത്തിന് കൂടിയാണ് അത് വഴി തുറന്നത്. ശബരിമലയിൽ ഓരോ വർഷവും ലക്ഷോപലക്ഷം തീർത്ഥാടകരാണ് വന്നു പോകുന്നത്. ഇത് മധ്യ തിരുവിതാംകൂറിന്റെ സമഗ്ര വികസനത്തിനു കൂടി പ്രയോജനപ്പെടുത്തുവാനാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചെടുത്ത സുപ്രധാനമായ തീരുമാനമാണ് ആഗോള അയ്യപ്പ സംഗമം. സർക്കാർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ ആ നിലയിൽ സുഗമമായി നടത്താൻ സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സംഘാടക സമിതി രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ശബരിമലയോട് താല്പര്യമുള്ളവരും തീർത്ഥാടകർക്കുമെല്ലാം സുഗമമായ രൂപത്തിൽ ഭാവിയിൽ തീർത്ഥാടനം നടത്താനും ഇതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഭാവനാസമ്പന്നമായ ഒരു വീക്ഷണവും ഇവിടെ പൊതുവിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഒപ്പം അതിൻ്റെ വികസനവും അതോടൊപ്പം തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റും എല്ലാം. എരുമേലി വിമാനത്താവളം, അങ്കമാലി ശബരി റെയിൽപാത, പമ്പ സന്നിധാനം റോപ്പ് വേ എന്നിവ അടിയന്തരമായി പൂർത്തീകരിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിമാനത്താവള പദ്ധതിയുമായി സർക്കാർ അതിവേഗമാണ് മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായുള്ള സ്ഥലമേറ്റെടുക്കൽ സർവേ നടപടികളാണ് പൂർത്തിയായത്. ചെറുവള്ളി എസ്റ്റേറ്റ് ഒഴികെ മണിമല, എരുമേലി തെക്ക് വില്ലേജിൽ ഉൾപ്പെട്ട സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലെ സർവേയാണ് പൂർത്തീകരിച്ചത്. ബാക്കി നടപടികളും പൂർത്തിയാക്കി സ്ഥലമേറ്റെടുക്കലിലേക്ക് കടക്കാനാണ് സർക്കാരിന്റെ ആലോചന. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.